ഹലോ മക്കളെ, അപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞു. സ്കൂളിൽ ചാപ്റ്റേഴ്സൊക്കെ എടുത്തു തുടങ്ങി. നമ്മുടെ ബാച്ചിലും യൂട്യൂബിലൊക്കെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ എടുത്തെടുത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ സാർ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ ഈ ചാപ്റ്റേഴ്സൊന്നും ഞാൻ പഠിച്ച് തീർക്കുന്നില്ല, എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ആദ്യം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ റെഡി ആയിക്കോളൂ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ, ഒരു കിടിലൻ സൊല്യൂഷനായിട്ട് എക്സാം വിന്നർ വരികയാണ് മക്കളെ. എക്സാം വിന്നറിൻ്റെ SSLC മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക്ലോഗ് സീരീസുമായി. അപ്പോൾ എന്താണ് ബാക്ക്ലോഗ് സീരീസ്? എന്താണ് ഈ ബാക്ക്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മക്കളെ, നിങ്ങൾക്ക് ഫിസിക്സിൽ പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റിഫ്ലക്ഷൻ, പിന്നെ റിഫ്രാക്ഷൻ, ഈ ചാപ്റ്റേഴ്സൊക്കെയാണ്. ഇതിൽ കുറേ പേര് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ കുറേ പേരെന്താണ് പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ആ കൂട്ടത്തിൽ പെടുമായിരിക്കും നിങ്ങൾ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബാച്ചിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചില്ല സാർ. ചോദ്യം ചോദിച്ചാൽ എനിക്ക് അറിയില്ല. റിഫ്ലക്ഷൻ സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബാച്ചിലും പഠിപ്പിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ അവിടെ കുറച്ച് വീഡിയോസ് കണ്ടു എന്നല്ലാണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബാക്ക്ലോഗായി മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ചാപ്റ്റേഴ്സാണ്, ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ തീർക്കേണ്ടിയിരുന്ന ചാപ്റ്റേഴ്സ്, പക്ഷേ നിങ്ങൾ തീർത്തില്ല. ഇതിനെയാണ് നമ്മൾ ബാക്ക്ലോഗ് എന്ന് വിളിക്കുക. ഈ ബാക്ക്ലോഗുകൾ ഇങ്ങനെ കൂടി നിന്നാൽ അവസാനം ഈ A+, ഫുൾ A+ കാര്യങ്ങളൊന്നും നടക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബാക്ക്ലോഗ് എന്ന് പറഞ്ഞ ഈ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തീർത്തേ പറ്റുള്ളൂ. അത് പെട്ടെന്ന് തന്നെ തീർക്കണം. ഓക്കെ, പരീക്ഷയുടെ ഒരാഴ്ച മുൻപൊന്നും തീർക്കാൻ പറ്റില്ല, അത് ഇപ്പോൾ തന്നെ നമുക്ക് തീർക്കണം. അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സീരീസാണ് SSLC ബാക്ക്ലോഗ് സീരീസ്. ഇനി ഇത് തുടങ്ങുന്നതിൻ്റെ ബേസിക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ +1കാർക്ക്, നിങ്ങളുടെ സീനിയേഴ്സിന് +1കാർക്ക് ഏകദേശം ഒരു മാസം മുൻപ് നമ്മൾ ഇതുപോലെ ബാക്ക്ലോഗ് സീരീസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് കുറേ പേർക്ക് കുറേ ചാപ്റ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു. എന്നിട്ട് കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ എടുത്തൊക്കെ കൊടുത്തു, ലൈവ് ക്ലാസ് ആയിട്ടൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അത് വലിയൊരു സക്സസ് ആയി. അതിൽ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അവരുടെ സ്കൂളിൽ എക്സാം എഴുതുമ്പോൾ അതിൽ മാർക്ക് കൂടി, അവർക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കൂടി, പഠിക്കാനൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ ഭയങ്കര ഒരു വലിയ സക്സസ് ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സായിട്ട് ആരെങ്കിലും നമ്മുടെ +1 അഗ്നി ബാച്ചിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഭയങ്കര സക്സസ്ഫുൾ ഒരു പരിപാടിയായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, +2 ബാച്ചിലും അതുപോലെ +1 കൊമേഴ്സ് ബാച്ചിലും അങ്ങനെ ഫൈനലി SSLC നമ്മുടെ ലക്ഷ്യ ബാച്ചിലും ഈ ഒരു ബാക്ക്ലോഗ് സീരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാര്യം, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഒക്ടോബർ 25 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നവംബർ 18 നമ്മൾ എന്ത് ചെയ്യും, ഇത് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസ് ഉണ്ടാകാൻ പോകുന്ന എല്ലാ ദിവസമായിരിക്കും. മൺഡേ ടു സാറ്റർഡേ രാത്രി 9 മണി മുതൽ 10:30 വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവും. 1.5 മണിക്കൂറായിരിക്കും ഓരോ ക്ലാസ്സും ഉണ്ടാകുന്നത്. സൺഡേസ് നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് പ്രതീക്ഷിക്കാം. എല്ലാ സൺഡേ ഉണ്ടാവണമെന്നില്ല, പക്ഷേ മിക്ക സൺഡേസും രാവിലെ 7 AM മുതൽ 8:30 വരെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും. പിന്നെ കൂടാതെ വൈകുന്നേരം 9 മണി 10 വരെ റെഗുലർ ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിങ്സ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി സാർ, ഇതിന് എന്തെങ്കിലും ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മക്കളെ, ഇതിന് നിങ്ങൾ ഒറ്റ പൈസ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ലക്ഷ്യ ബാച്ചിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിൽ ഫീസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ₹1 ഫീസ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ ഇനി പറയും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. നിങ്ങൾ ഒരു പൈസ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് അവസരമായിരിക്കും. ഇനി ഇത് നിങ്ങൾ ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്തില്ല ഇതുവരെയായിട്ട്, അങ്ങനെയാണ് ഇനി ഞാൻ ജോയിൻ ചെയ്താലും എനിക്കിതൊക്കെ ഫ്രീ ആയി കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാണ്, ഇന്ന് ജോയിൻ ചെയ്താലും നാളെ ജോയിൻ ചെയ്താലും, അതായത് 25-ന് മുൻപ് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സസ് വെറുതെ നിങ്ങൾ മിസ്സായി പോകും. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ബാക്ക്ലോഗ് സീരീസ് കംപ്ലീറ്റ് കിട്ടും. എന്ന് മാത്രമല്ല, നമ്മുടെ ബാച്ചിലുള്ള റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, അല്ലാത്ത ലൈവ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അവസാനത്തെ റിവിഷൻ ക്ലാസ്, ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഞാൻ പറഞ്ഞാൽ ഈ എക്സ്ട്രാ സാധനം കിട്ടും. അപ്പോൾ ഇതിനൊരു എക്സ്ട്രാ ഫീസ്, ഇങ്ങനെ ₹500, ₹1000 എന്നുള്ള ഫീസൊന്നും ഇതിന് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ലക്ഷ്യ കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇനി ലക്ഷ്യ ബാച്ചിൻ്റെ ഭാഗമാകാൻ പോകുന്നവർക്കും ഇത് 100% ഫ്രീ ആയിരിക്കും. ഇനി ഇതിൽ സാർ എന്താണ് നമ്മൾ എടുക്കുക? ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ്, ബാക്ക്ലോഗ് സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് മാത്സിൽ ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സും ടാൻജൻസ് ആയിരിക്കും. ഓരോരോ ചാപ്റ്റേഴ്സ് 2 പാർട്ട് വീതമായിരിക്കും എടുക്കുക. അപ്പോൾ 2 ലൈവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1.5 മണിക്കൂർ ഒരു ക്ലോസ് ടു ഒരു 3 to 3.5 hours ആയിരിക്കും നമ്മൾ ഓരോ ചാപ്റ്ററിന് എടുക്കുക. ആ 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും, പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടാക്കി എന്നാൽ പരീക്ഷയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഫിസിക്സിൽ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും, കെമിസ്ട്രിയിൽ ഈ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും, ബയോളജിയിൽ ഈ 1, 2, 3 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ടൈമിങ്സ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ എന്തിനാ ആ ഒരു ടൈം വെച്ചിരിക്കുന്നത്?
അത് വളരെ സിമ്പിൾ ലോജിക്കലി ഞാൻ പറഞ്ഞുതരാം. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എക്സ്ട്രാ കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി തീർക്കേണ്ടിയിരുന്ന ചാപ്റ്റേഴ്സാണ് ഇതിൽ മിക്ക ചാപ്റ്റേഴ്സും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി വെച്ചിരിക്കുന്നത്. കാരണം അതിന് മുൻപുള്ള സമയം, അതായത് 4 മണി 4:30 ആകുമ്പോൾ വീട്ടിലെത്തുകയാണെങ്കിൽ ആ 4:30 മുതൽ 9 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും പഠിക്കാതിരിക്കരുത്. വൈകുന്നേരം എക്സാമിൻ്റെ ബാക്ക്ലോഗ് സീരീസിൽ ഞാൻ പങ്കെടുക്കുന്നു, അപ്പോൾ അത്രയും കാണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. ആ സമയം നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കേണ്ട കാര്യം പഠിക്കണം. അതിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ലക്ഷ്യ ബാച്ചിൽ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിസിക്സിലാണെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ റിഫ്ലക്ഷൻ കഴിഞ്ഞു, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങും. അപ്പോൾ ആ നെക്സ്റ്റ് വീക്ക് തുടങ്ങുമ്പോൾ അതിന് ടൈം ടേബിൾ ഉണ്ടാവും. അതിൻ്റെ റെക്കോർഡ് ക്ലാസ് കാണാം, അതിൻ്റെ ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കുക. അത് നിങ്ങൾ പാരലലി എപ്പോൾ കൊണ്ടുപോകണം? ഈ ഒരു 5 മണി മുതൽ 8 മണി വരെ സമയം നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നം എന്താണ്? ആ ചാപ്റ്റർ ബാക്ക്ലോഗ് അവസാനം, പിന്നെ അത് ബാക്ക്ലോഗിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ തലവേദന, മനസ്സിലല്ലേ? അപ്പോൾ അത് നിങ്ങൾ ആ സമയത്ത് കൊണ്ടുപോകണം. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫിസിക്സിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ ചാപ്റ്റർ വന്നിരിക്കുന്നു, റിഫ്ലക്ഷനിൽ പഠിച്ചില്ലേ അതിൽ വന്നിരിക്കുന്നു. അത് നിങ്ങൾ എക്സ്ട്രാ രാത്രി 9 മണിക്ക് ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്താലുള്ള ഗുണം, പിന്നെ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് ഒരു ചാപ്റ്റർ പോലും ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് ഉണ്ടാവില്ല. ക്രിസ്മസ് പരീക്ഷ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും 100% തീർത്തിട്ടുണ്ടാവും. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. ഇതിന് ഒരു പൈസയും നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒന്നും ഇനി ചെയ്യാനില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? പ്രിപ്പയർഡ് ആവുക, റെഡി ആവുക. ഈ ഒരു സീരീസ് എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? വി ആർ റെഡി സാർ എന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പഠിക്കാനുള്ള രണ്ടാമത്തെ അവസരമാണ്. പ്രോബബ്ലി ഇത് ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. കാരണം ഇത് പരീക്ഷയുടെ ഒരാഴ്ച മുൻപൊന്നും ഇത്രയും നമുക്ക് സാഹസമായിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ചാൻസാണ്, ഒരു പക്ഷേ ഉള്ളി ചാൻസാണ്. അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. കാരണം ഇത് വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറേ ചാപ്റ്റേഴ്സൊക്കെ വരും, പിന്നെ ടെൻഷനാവും, ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് ഈ ചാപ്റ്റേഴ്സ് തീർക്കാം, ഫുൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാം. ആ ഫുൾ A+ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ റെഡിയാവും മക്കളെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ലക്ഷ്യ ബാച്ചിലുള്ളവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ലൈവ് വരുന്നതായിരിക്കും. ആ ഓറിയൻറ്റേഷൻ ലൈവ് പബ്ലിക് ആയിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ വെക്കുക. അതിനുശേഷമുള്ള ക്ലാസ്സസൊക്കെ പ്രൈവറ്റ് ആയിരിക്കും, ബാച്ചിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ ഓറിയൻറ്റേഷൻ ലൈവിൽ വന്ന് പങ്കെടുക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാം. അത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർ ആകെ ചെയ്യേണ്ടത്രേ ഉള്ളൂ. താഴെ നമ്പർ നിങ്ങൾക്ക് കാണാം. ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഫീസ് 3000 രൂപയാണ് ഫീസ്. ഓക്കെ, ഫീസ് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. 4000 രൂപയുള്ള ബാച്ചായിരുന്നു, ഇപ്പോൾ 3000 രൂപയുള്ളൂ. അതിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാം ഉണ്ട്. ഈ സബ്ജക്ട്സ് മാത്രമല്ല, ഇതൊക്കെ എക്സ്ട്രാ ക്ലാസ്സസ് ആണ്. എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ ക്ലാസ്സസും ഉണ്ടാകുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് ലാംഗ്വേജസ് ആൻഡ് സോഷ്യൽ. അതൊക്കെ കിട്ടുന്നതായിരിക്കും. റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും, അതും ഫ്രീ ആണ്. അതിന് എക്സ്ട്രാ ബാച്ച് ആ സമയത്താകുമ്പോൾ ബാച്ചിന് 1000 രൂപയൊക്കെ നിങ്ങൾ എക്സ്ട്രാ കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഫ്രീ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ കിട്ടും. കൂടാതെ ഇതും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഓറിയൻറ്റേഷന് വേണ്ടി റെഡി ആയിരിക്കും. അപ്പോൾ ഓറിയൻറ്റേഷൻ്റെ ലിങ്കുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. മാത്രമല്ല ഓറിയൻറ്റേഷൻ പബ്ലിക് ലൈവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ആർക്ക് വേണേൽ പങ്കെടുക്കാം ഓറിയൻറ്റേഷനിൽ. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ആക്ച്വലി ഇതിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഓറിയൻറ്റേഷൻ ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓറിയൻറ്റേഷൻ ലൈവ് നടക്കാൻ പോകുന്നത് മൺഡേ അല്ല, ട്യൂസ്ഡേ കൃത്യം 7:30 ആയിരിക്കും. അതിലും നിങ്ങൾ പങ്കെടുക്കാം. ജോയിൻ ചെയ്തവർ എന്തായാലും പങ്കെടുക്കണം. ജോയിൻ ചെയ്യാത്തവർക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും പങ്കെടുക്കാം. അപ്പോൾ മക്കളെ, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങളെല്ലാവരും വിനിയോഗിക്കുന്നു വിചാരിക്കുന്നു. പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഫുൾ A+ ഉറപ്പിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡിയാവും മക്കളെ. നമുക്ക് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.